ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ കുറച്ച് നാളായി വീഡിയോ ഇട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എങ്കിൽ നമ്മൾ പിന്നെയും തിരിച്ച് വീഡിയോ ഇടാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഫാമൊക്കെ നമ്മൾ പുതുക്കി പണിതിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കൊന്ന് നെതർ പോർട്ടലിൽ പോകണം. അപ്പോൾ അതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും എൻ്റെ കയ്യിലൊരു നെയിം ടാഗൊക്കെ ഉണ്ട്. ഈ നെയിം ടാഗ് എനിക്ക് കഴിഞ്ഞ ദിവസം ട്രേഡിങ് ചെയ്തപ്പോൾ കിട്ടിയതാണ്. പിന്നെ ഇത് നമ്മുടെ ഫാം കാര്യങ്ങളൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. കുറച്ചുകൂടി എന്താ പറയുക, ആദ്യം അരികത്തല്ലായിരുന്നോ, അത് ഞാൻ ഇങ്ങോട്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ട്രേഡർ കയ്യിൽ നിന്നാണോ ഞാൻ നെയിം ടാഗ് മേടിച്ചത്? അല്ലെന്ന് തോന്നുന്നു. ഇവൻ്റെ അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള ട്രേഡിംഗ് ഉണ്ട്. പക്ഷെ ഞാൻ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, കാരണം എൻ്റെ പൊട്ടറ്റോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല. ഇപ്പോൾ നമുക്ക് ഇന്നൊരു നെതറിൽ പോകണം, കാരണം അപ്പോൾ ഞാനിവിടുന്ന് ഇപ്പോൾ എനിക്ക് എന്ന് പറഞ്ഞാൽ നെതറിൽ പോകണം. കാരണം എനിക്ക് നെതറിൽ പോയിട്ട് വേണം എനിക്ക് ബ്ലേസ് റോഡ് അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടാക്കി വീക്ക്നെസ് പോഷൻ ഉണ്ടാക്കാൻ. ഇപ്പം ഞാൻ ഇവിടുന്ന് ഒരു സോംബിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് മൈൻ ചെയ്തിട്ട് ഇവിടെ സോംബി വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അങ്ങനെ വിചാരിച്ച പോലെ തന്നെ ഇവിടെ 2-3 സോംബികളുണ്ട്. പിന്നെ ഇവിടെ സോംബി വില്ലേജറും ഉണ്ട്. നമുക്കിനി ആ സോംബി വില്ലേജറെ വേഗം ഒന്ന് വെട്ടി ഇത് വെച്ചേക്കാം. പക്ഷേ അവൻ ഡീസ്പോൺ ആവാനാണ് സാധ്യത കൂടുതൽ. എങ്കിലും ചുമ്മാ ഒന്ന് ചെയ്ത് വെച്ചേക്കാം. അവനൊരു ലൈബ്രറിയൻ വില്ലേജറാണ്. ഇവനെ വിചാരിക്കണ പോലെയല്ല, നമുക്ക് പിടിക്കാൻ ഇച്ചിരി പാടാണ്. എങ്കിലും നമുക്കിവനെ എങ്ങനെയെങ്കിലും പിടിച്ചിടാം. എങ്കിൽ മാത്രമാണ് ഇവൻ കുറച്ച് കഴിയുമ്പോൾ ഡീസ്പോൺ ആവാനാണ് സാധ്യത. എങ്കിലും നമുക്ക് പിടിച്ചിട്ടേക്കാം. അതാണ് നമുക്ക് ഏറ്റവും ഉപകാരമാകത്തുള്ളൂ. ഓക്കെ, അങ്ങനെ നമ്മൾ അവനെ പിടിച്ചു. ഇവിടെയാണ് ഈ അയണുണ്ട്. നമുക്ക് എന്നാൽ അയൺ നമുക്ക് ആവശ്യം വരും. നമുക്കിപ്പോൾ പെട്ടെന്ന് കിട്ടിയതാണ്. ഇനി നമുക്ക് ഇവനൊരു ബോട്ട് കയറ്റിയിരുത്തി ഇവനെന്തെങ്കിലും നമ്മുടെ കൈ പിടിക്കാൻ കൊടുക്കും. അപ്പം ഇവൻ മറ്റേ ഡീസ്പോൺ ആയി പോകത്തില്ല. ഇനി ഈ ഊളൊക്കെ കൈ പിടിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിൽ ക്ലിച്ച് കാരണമാണ് കൈ പിടിക്കാഞ്ഞിട്ടും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇവനിപ്പോൾ ബോട്ടിൽ കയറ്റിയിരുത്താം. അപ്പം ഇവൻ ഡീസ്പോൺ ആയി പോകത്തില്ലോ. അങ്ങനെ ഇവനെ നമ്മൾ ബോട്ടിൽ കയറ്റിയിരുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോയി വേറെ എന്തെങ്കിലും ടൂൾസോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് വരാം. അവൻ ഈ ഊൾ ഇതുവരെ കൈ പിടിച്ചിട്ടില്ല. എന്തെങ്കിലുമൊക്കെ അവൻ ഇട്ട് കൊടുത്ത് അവനെ കൈ പിടിപ്പിക്കണം, അല്ലെങ്കിൽ അവൻ ഡീസ്പോൺ ആയി പോകും. ഓക്കെ, അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അവൻ ഡീസ്പോൺ ആയി പോയോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. എങ്കിലല്ലേ നമുക്കറിയാൻ പറ്റുള്ളൂ അവൻ ഡീസ്പോൺ ആയി പോയോ ഇല്ലയോ എന്ന്. അവൻ ഡീസ്പോൺ ആയി പോയി. ഓക്കെ, എന്തോ ഈ വേൾഡിൻ്റെ പ്രശ്നം കാണാൻ തോന്നുന്നു. അതോ അവൻ കൈ ഒന്നും പിടിക്കാത്തതുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. അവൻ എന്തായാലും ഡീസ്പോൺ ആയി പോയിട്ടുണ്ട്. നമുക്കിനി വേറെ വഴിയൊന്നുമില്ല. നമുക്കിനി വേറൊരു വില്ലേജറെ കണ്ടുപിടിക്കണം. ഈ എമറാൾഡൊക്കെ കഴിഞ്ഞ ദിവസം എനിക്ക് ട്രേഡ് ചെയ്ത് കിട്ടി. ഒരു ട്രേഡറോട് ഒരു ബോട്ടിൽ കൊടുത്തപ്പോൾ പിന്നെ എനിക്കാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഡയമണ്ടും കിട്ടി. അപ്പം നമുക്ക് അതുകൊണ്ട് ഇപ്പോൾ ഒരു ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കി നമുക്ക് ഒബ്സീഡിയം മൈൻ ചെയ്യാനായിട്ട് പോവാം. എന്നിട്ട് വേണം അതുകൊണ്ട് വേണം നമുക്കിനി നെതർ പോർട്ടൽ ഉണ്ടാക്കാൻ. ഓക്കെ, അങ്ങനെ ഡയമണ്ട് പിക്കാക്സ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒബ്സീഡിയൻ എവിടെ ഉള്ളതെന്ന് നമുക്കറിയാമല്ലോ. തൽക്കാലം നമുക്ക് ബാക്കിയുള്ള ഡയമണ്ട് ഇവിടെ തന്നെ വെച്ചേക്കാം. കാരണം നമുക്ക് എപ്പോഴാണ് ചാവുക ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ, ഇനി നമുക്ക് നേരെ ഒബ്സീഡിയൻ മൈനിങ്ങിന് പോകാം. ഞാൻ ഇവിടെ എന്തോ കാര്യത്തിന് വേണ്ടി വന്നതാണ്, പക്ഷെ മറന്നുപോയി. ഇപ്പം നമ്മുടെ ഈ സ്ഥലം കാണാൻ അത്യാവശ്യം ഭംഗിയായിട്ടുണ്ട്. മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചല്ലേ. ഞാൻ ഈ കേവ് അറിയാതെ മൂടിയായിരുന്നു. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇച്ചിരി കഷ്ടപ്പെട്ടു. അല്ല, ഇത് വേറെ മറ്റേ കേവാണല്ലേ. ഞാൻ നോക്കട്ടെ, എനിക്ക് അറിഞ്ഞുകൂടെ ഇത് ഏത് കേവാണ്. ഇത് നമ്മുടെ കേവാണെന്നാണ് തോന്നുന്നത്. അതെ, ഇപ്പം നമുക്ക് ഇതിൻ്റെ അടിയിൽ പോയി ഒബ്സീഡിയൻ കളക്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ പിന്നീട് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒബ്സീഡിയൻ്റെ ആ ഒരു ഏരിയയിലെത്തി. പിന്നെ നമ്മൾ പതുക്കെ ഒബ്സീഡിയൻ മൈൻ ചെയ്തങ്ങ് തുടങ്ങി. പക്ഷേ ലാവയിൽ പോയി ആ ഒബ്സീഡിയൻ പോയി. പക്ഷെ പിന്നെ നമ്മൾ തോറ്റു കൊടുത്തില്ല. നമ്മൾ പിന്നെയും ഒബ്സീഡിയൻ മൈൻ ചെയ്യാനായിട്ട് തുടങ്ങി. പിന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അറിയാതെ ചത്തുപോയി. അപ്പോൾ എൻ്റെ എല്ലാ സാധനങ്ങളും പോയി. പക്ഷേ എനിക്ക് ഒരു ഒബ്സീഡിയൻ മാത്രം തിരിച്ച് കിട്ടി. എൻ്റെ എല്ലാ സാധനങ്ങളും പോയി. അതുകൊണ്ട് നമുക്ക് ഒരു ഡയമണ്ട് പിക്കാക്സും കൂടി ഉണ്ടാക്കിയിട്ട് പിന്നെയും വന്ന് ബാക്കി ഒബ്സീഡിയനും കൂടി മൈൻ ചെയ്തെടുക്കാം.
അങ്ങനെ ഞാൻ പിന്നെയും വന്ന് നമ്മുടെ ഡയമണ്ട് പിക്കാക്സും പിന്നെ ഒരു ഷീൽഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പക്ഷേ ഞാൻ ഒരു വാട്ടർ ബക്കറ്റും കൈ വയ്ക്കുന്നുണ്ട്. കാരണം എന്തെങ്കിലും കാരണവശാൽ ഞാൻ ചത്താലോ എന്ന് ഓർത്തിട്ട്, അല്ല ലാവ എങ്ങാനും വന്നാലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഒരു വാട്ടർ ബക്കറ്റ് കൂടി കയ്യിരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ സേഫായിരിക്കും. ഇനി ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഈ ചെസ്റ്റിലേക്ക് തന്നെ വെച്ചിട്ട് നമുക്ക് നേരെ പോവാം. പിന്നെ പിന്നീട് ഞാൻ വന്നു. പിന്നെ നമ്മുടെ ഒബ്സീഡിയൻ മൈനിങ് തുടങ്ങി. അങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള ഒബ്സീഡിയൻ നമ്മൾ കളക്ട് ചെയ്തു. ഏകദേശം 13 ഒബ്സീഡിയൻ നമ്മൾ കളക്ട് ചെയ്തു. ഇനി നമുക്കിത് മുകളിൽ കൊണ്ടുപോയി നേരെ ഒരു നെതർ പോർട്ടൽ ഉണ്ടാക്കി നമുക്ക് നേരെ നെതറിലേക്ക് പോയാൽ മാത്രം മതി. ഓക്കെ, അങ്ങനെ നമുക്ക് നമ്മുടെ നെതർ പോർട്ടലിൻ്റെ പണി തുടങ്ങാം. ഞാൻ ഈ നെതർ പോർട്ടൽ മുകളിൽ പണിയണോ അതോ വീടിൻ്റെ അടുത്ത് പണിയണോ എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എന്നെ ഒരു ക്രീപ്പർ ഫോളോ ചെയ്യുന്നത്. പിന്നെ അവനെ തല്ലിക്കൊന്നിട്ട് വേണം നമുക്ക് വീട് പണിയാനായിട്ടുള്ള കാര്യങ്ങൾ, അല്ല വീടല്ലല്ലോ, നെതർ പോർട്ടൽ പണിയാനുള്ള സ്ഥലം ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് മാറ്റി പണിയാമല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ അങ്ങ് പണിയാൻ വേണ്ടി പോവാണ്. എന്നിട്ട് നമുക്ക് വീടിൻ്റെ അടുത്താകുമ്പോൾ നമുക്കൊരു എന്തെങ്കിലുമൊക്കെ പണിതങ്ങ് വയ്ക്കാമല്ലോ. പിന്നെ നമുക്ക് വേറെ ഭയങ്കര ഡെക്കറേറ്റീവായിട്ട് വേറെ ദൂരെ എവിടെയെങ്കിലും പണിയാം. അങ്ങനെ നമ്മൾ ഒരു ഹാർട്ടിലേ ഉള്ളൂവെങ്കിൽ നമ്മളതൊന്നും കെയർ ചെയ്യാതെ നമ്മൾ നെതർ പോർട്ടൽ പണിതു. പിന്നീട് നമുക്കൊരു ഫ്ലിൻറ്റിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രാവൽ പൊട്ടിച്ച് ഒരു ഫ്ലിൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി കുറച്ച് നേരം അവിടെ പാടുപെട്ടു. പിന്നീട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് നമ്മുടെ ഫ്ലിൻറ്റ് കിട്ടി. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഫ്ലിൻറ്റ് ആൻഡ് സ്റ്റീൽ ഉണ്ടാക്കി നമുക്കിനി നെതർ പോർട്ടൽ കത്തിച്ച് നേരെ നെതറിലേക്ക് പോവാം. പിന്നീട് നമ്മളങ്ങനെ കുറച്ച് ഫുഡ് കണ്ടുപിടിക്കാനായിട്ട് പോയി. ഇത് നമുക്ക് നമുക്ക് നെതറിലേക്ക് പോയി നമുക്ക് ഏത് ബയോയിലായിരിക്കും സ്പോൺ ആവുന്നതെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. നല്ല ഏതെങ്കിലും സേഫായ ബയോയിലായാൽ മതിയായിരുന്നു. ഈ ബയോയുടെ പേരെന്തോ ഒരു ഫോറസ്റ്റ് ആണ്, പക്ഷേ ഈ ബയോ അത്യാവശ്യം സേഫാണ്. ഇവിടെ എൻഡർമാനും മാത്രമാണ് സ്പോൺ ആവത്തുള്ളൂ. പിന്നെ ഇവിടെ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മഷ്റൂം കിട്ടും. മഷ്റൂം നമുക്ക് ഓവർ റൈഡിൽ ഒരുപാടധികം ആവശ്യമാവും. പിന്നെ ഈ ഒരു സാധനവും കിട്ടും. ഇതുകൊണ്ട് വലിയ പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല എങ്കിലും. പിന്നെ എനിക്ക് ഈ വുഡ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ വുഡിൻ്റെ കൂടെ തന്നെ ഈ ഒരു ലീവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡെക്കറേഷനൊക്കെ ഉപയോഗിക്കാനായിട്ട്. നമ്മുടെ നെതർ പോർട്ടലൊക്കെ ഇത് വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വേറെ ഒരു സാധനം കൂടി കാണും. ഓക്കെ, അപ്പോൾ നമുക്ക് ലീഫ് കിട്ടാൻ ഷീറൊന്നും വേണ്ട, ജസ്റ്റ് നമ്മുടെ കൈ മാത്രം മതി. പിന്നെ ഇവിടെ വേറെ പ്രത്യേകിച്ച് യൂസ്ഫുള്ളായിട്ടുള്ള സ്ട്രക്ചറൊന്നും അടുത്തൊന്നും കാണുന്നില്ല. ഗ്ലോ സ്റ്റോണും അടുത്തൊന്നും കാണുന്നില്ല. പക്ഷേ ഇവിടെ അടുത്ത് ഗോൾഡ് ഇങ്കറ്റോ അതൊക്കെ കാണുന്നുണ്ട്. ഈ സംഭവമാണ് ഞാൻ ഇത്ര നേരം തപ്പി നടന്നത്. ഈ സംഭവം അത്യാവശ്യം നമുക്ക് ഡെക്കറേഷനൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഈ ഒരു വുഡും കിടിലമായിട്ടുള്ളൊരു വുഡാണ്. പിന്നെ ഇവിടെ ഞാൻ മഷ്റൂം ഉണ്ടെന്ന് ഞാൻ കേട്ടു, പക്ഷെ മഷ്റൂമൊന്നുമില്ല. പിന്നെ ഇവിടെ തൊട്ടടുത്ത് നെതർ ഫോർട്ടസ്, ബാസ്റ്റിൻ അങ്ങനത്തെ ഒന്നും തന്നെ ഇല്ല. അങ്ങനത്തെ ഒന്നും തന്നെ ഇല്ല. എനിക്ക് തോന്നുന്നത് താഴെ വല്ലതും പോയി നോക്കേണ്ടി വരും. ഞാൻ അങ്ങനെ ഓവർവേൾഡിൽ വന്നു. അങ്ങനെ ഇപ്പോൾ ഈ സംഭവം ഒന്ന് ബോൺവീൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, ഈ സംഭവം ബോൺവീൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വളരുമോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞൂടാ. എങ്കിലും നമുക്ക് ചുമ്മാ ഒന്ന് ബോൺവീൽ ചെയ്ത് നോക്കാമല്ലോ. ഇത് ബോൺവീൽ ചെയ്താൽ ഒന്നും വളരത്തില്ല. ഐ തിങ്ക് നമ്മൾ നെതറിൽ പോയി ബോൺവീൽ ചെയ്താൽ ഇത് വളരുമെന്ന് തോന്നുന്നു. എങ്കിലും നമുക്ക് കുറച്ചുകൂടി ഒന്ന് ചെയ്ത് നോക്കണോ വേണ്ട? നമുക്ക് നെതറിൽ പോയി ഒന്ന്, അല്ല വേണം, നമുക്ക് ഇവിടെ തന്നെ ചെയ്ത് നോക്കാം. ഇല്ല, വളരണില്ല. അപ്പോൾ ഇത് നമുക്ക് നെതറിൽ പോയി തന്നെ ചെയ്യേണ്ടി വരും. ഇനി എനിക്ക് ബോൺവീൽ കളയാൻ ഒട്ടും തന്നെ താല്പര്യമില്ല. കാരണം എനിക്ക് ഫാമിംഗ് ഒക്കെ വളരെ പതുക്കെ ഇതൊക്കെ വളരത്തുള്ളൂ. എങ്കിലും എൻ്റെ 11 ബോളും ഉണ്ട്, അത് വേറെ കാര്യം.
ഇപ്പോൾ നമ്മൾ നെതർ വന്നേക്കണതെന്ന് പറയുമ്പോൾ നമ്മളെ മഷ്റൂം തപ്പിയും ഈ ഒരു വുഡ് മൈൻ ചെയ്തെടുക്കാനും മാത്രമാണ്. കാരണം എനിക്ക് ഈ വുഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് ഈ ലീഫും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ലീഫാണ്. അപ്പോൾ അതൊക്കെ മൈൻ ചെയ്തും പിന്നെ വേറെ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ബ്ലോക്സൊക്കെ നമുക്ക് നെതറിൽ നിന്ന് ഒരുപാട് കിട്ടും. അതൊക്കെ ഒരുപാട് നമുക്ക് ഡെക്കറേറ്റീവിന് ഒരുപാടധികം യൂസ് ആവുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഐലൻഡ് കൂടുതൽ കിടിലായിട്ട് നമുക്ക് മാറ്റാനായിട്ട് പറ്റും. എൻ്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഐലൻഡ് എപ്പോഴും വളരെ കിടിലായിട്ട് ഭംഗിയുള്ളൊരു ഐലൻഡ് ആയിരിക്കണം. നമുക്ക് കുറേ എന്താ പറയുക ഭയങ്കര ഡയമണ്ട് ആർമർ അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ അത്രയും ഒരു കുഞ്ഞ് ഐലൻഡിനെ നമ്മൾ വലിയൊരു കിടിലായിട്ടുള്ളൊരു ഐലൻഡാക്കി നമ്മൾ ട്രാൻസ്ഫോം ചെയ്തെടുക്കുകയും കൂടി ചെയ്യണം. അതാണ് നമ്മുടെ ഐലൻഡ് സീരീസിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇവിടെ വരെ വന്നുകൊണ്ട് നമുക്ക് 2-3 മറ്റേ എൻഡർമാനെയും കൂടി കൊന്നിട്ട് പോകാം. അപ്പോൾ നമുക്ക് കുറച്ച് സമാധാനം കിട്ടും. പിന്നെ നമുക്ക് 2-3 എൻഡർപേളും കൂടി കിട്ടും. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് തന്നെ ട്രാവൽ ചെയ്യാനൊക്കെ ഉപകാരപ്പെടും. എൻഡർമാനെ കൊല്ലണോ? എൻഡർമാനെ നമുക്ക് എവിടെയെങ്കിലും ബ്ലോക്കൊക്കെ മൈൻ ചെയ്ത് വേഗം തന്നെ എൻഡർമാനെ കൊന്നേക്കാം. അപ്പോൾ നമുക്ക് ഇനി ഒരു ഡിസൈൻ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ വലിയ റിസോഴ്സൊന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചുമ്മാ ഒരു മരം പോലെയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പണിയാം. പക്ഷേ ഈ നെതർ പോർട്ടൽ ഞാൻ ചുമ്മാ പണിയുന്നതാണ്, അത് വേറെ കാര്യം. ഈ നെതർ പോർട്ടലിന് വേണ്ടി തന്നെ വേറൊരു ഐലൻഡ് ഞാൻ പണിയും, പ്രത്യേകമായിട്ട് ഡിസൈൻ ചെയ്ത് പണിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ തൽക്കാലം ഇതുപോലത്തെ എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു ആ സാധനത്തിൻ്റെ പേരിന് എനിക്കറിഞ്ഞുകൊണ്ട് ആ ഒരു സംഭവം വെച്ച് വല്ലതും നമ്മൾ പണിതാൽ മതി. അല്ല വലിയ കാര്യമായിട്ട് നമ്മളൊന്നും പണിയണ്ട. അപ്പോൾ അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ എൻ്റെ ചാനലൊക്കെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ഇനിയും കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് കാണാൻ വേണ്ടിയും ഈ ഐലൻഡ് സീരീസിൻ്റെ ബാക്കി കാണാൻ വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു, ബൈ ബൈ.